കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ ഇ ഡിയുടെ നോട്ടീസ് മുഖ്യമന്ത്രിക്കും നേരത്തെ ചീഫ് സെക്രട്ടറി KM ഇബ്രാഹിനും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനും ലഭിച്ചതായിട്ടാണ് അറിയുന്നത്. കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്ത വിവാദമായ ഒരു ഇടപാടാണ് കിഫ്ബിയുടെ മസാല ബോണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്? അതിന് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അതുപോലെ മുൻ മന്ത്രി ധനമന്ത്രി തോമസ് ഐസക്കിന് എന്താണ് റോള്? ഇത് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഗവൺമെന്റ് ചെയ്ത കാര്യം നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പണമില്ലാതെ കടത്തി മുങ്ങി നിൽക്കുന്ന കേരള ഗവൺമെന്റ് പണം ഉണ്ടാക്കാൻ ഒരു മാർഗം കണ്ടെത്തി. ആ മാർഗത്തിൽ കൂടെ പണം വന്നു. 2150 കോടി വന്നു. 60,102 കോടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിലെ ഡെവലപ്മെന്റിന് സർക്കാർ പണം കണ്ടെത്താൻ ശ്രമിച്ചത്. അതൊരു നല്ല കടത്തി മുങ്ങിയിരിക്കുന്ന നമ്മൾ ഇവിടെ ഒരു ജീവൻ വെക്കണമെങ്കിൽ ഇവിടെ ഫണ്ട് ഒഴുകണം. അങ്ങനെ നമ്മൾ ആ 5-6 രംഗത്തേക്ക് ഫണ്ട് ഒഴുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് റോഡ് വികസനത്തിന്, അതുപോലെ IT മേഖലയിലും, വാട്ടർ സാനിറ്റേഷൻ, അത് നല്ല ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കേരളം മുഴുവൻ, ഹെൽത്ത് കെയർ, കോവിഡിൻ്റെ സമയത്തൊക്കെയാണ്, അതിനുശേഷവുമുള്ള ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ രംഗം, പിന്നെ എനർജി, ഇത്രയും കാര്യത്തിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് സർക്കാരിന് ഫണ്ടില്ല. സർക്കാർ ഫണ്ടില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അന്നത്തെ ഈ സമയത്ത് നമുക്ക് കൂടുതൽ പലിശയാണ് റിസർവ് ബാങ്ക് ഇമ്പോസ് ചെയ്തത്. പണം കിട്ടാൻ വേറെ ഒരു മാർഗവുമില്ല. സർക്കാർ എന്ത് ചെയ്യും? ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിന് വിദേശ ഫണ്ട് വരുന്നത്. അത് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് അനുവാദം ഇല്ലാതെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനുവാദം ഇല്ലാതെ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഇക്കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് കരുക്കൾ നീക്കിയത് അങ്ങനെയല്ല. അതിനൊരു ഫൈനാൻഷ്യൽ കോഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് എന്ന് പറഞ്ഞ 1999 ഒരു ആക്ട് ഉണ്ട്. ആ ആക്ട് പിന്നീട് ആക്ട് 4 എന്ന ഒരു ആക്ട് ഉണ്ട്. അപ്പൊ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് അല്പസ്വല്പം മോഡിഫിക്കേഷൻ സർക്കാർ നടത്തി. അതിനുശേഷം സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, അതുകൂടാതെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിന്റെ രണ്ടിന്റെ അനുവാദത്തോടു കൂടി നമ്മൾ 60,102 കോടി രൂപ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി സമാഹരിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് പെമ ഇപ്പം വയലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ വയലേഷൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം നമ്മൾ മസാല ബോണ്ട് വിദേശത്ത് നിന്ന് 9.21% 9.21% നമ്മൾ പലിശ കൊടുക്കാനായിട്ട് തയ്യാറായി. മസാല ബോണ്ട് അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ട്. ആ മസാല ബോണ്ടിൽ ഫോറിൻ ഡോളറായിട്ടല്ല നമുക്ക് തരുന്നത്, ഇന്ത്യൻ കറൻസിയാണ് 60,102 രൂപ അവർ തരുന്നത്. ഇന്ത്യയുമായിട്ടുള്ള ലോകത്തിലെ വ്യാപാര ഇതിനകത്തൊക്കെ തീർച്ചയായിട്ടും വിദേശങ്ങളിലുള്ള പലർക്കും ഇന്ത്യൻ റുപ്പി അതുപോലെ അവർക്ക് സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയായിട്ട് അവർ പണം തരികയാണ് ചെയ്തത്. അതുകൊണ്ട് അതൊരു ഫോറിൻ കറൻസി വയലേഷൻ എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ നമുക്കിനി കോടതിയിൽ വരുമ്പോൾ അതേപ്പറ്റി കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഗ്യാരണ്ടി കൊടുത്ത 60,102 കോടി രൂപ നമുക്ക് മസാല ബോണ്ട് വഴി തരുമ്പം അതിനൊരു ഗ്യാരണ്ടി കൊടുക്കണം. ഒന്നെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് കടത്തി മുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഗ്യാരണ്ടി അവർ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ മോട്ടോർ വെഹിക്കിൾസിന്റെ ടാക്സിൽ നിന്ന് ഒരു 5-10 പൈസ വെച്ച് പിടിക്കാം. ഫ്യൂവൽ ടാക്സ് നമുക്ക് ഇവിടെ പെട്രോള്, ഡീസല്, ഗ്യാസ്, ഇതിൻ്റെയൊക്കെ ഫ്യൂവലിൻ്റെ
ടാക്സിൽ ഒരു ചെറിയ ശതമാനം. അങ്ങനെ ദൈനംദിന പണം വന്നുകൊണ്ടിരിക്കും. അതുപോലെ വാഹനങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾസും അതുപോലെ വാഹനങ്ങൾ മാത്രമല്ല അതിന്റെ ഫ്യൂൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ 5-10 പൈസ വെച്ച് അതിൽ നിന്ന് പിടിച്ചിട്ട് അവരിൽ നിന്ന് എടുക്കുന്ന ലോൺ അടച്ചു തീർക്കും. അത് അവർ സാറ്റിസ്ഫൈഡ് ആയി. അത് കൃത്യമായിട്ട് ഇതിന്റെ കണക്ക് കാണിച്ചപ്പം അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് മറ്റൊരു അത് ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് മസാല ബോണ്ടിൽ നിന്ന് പണം വരാനായിട്ട് തുടങ്ങി. അതാണ് ആദ്യത്തെ ഒരു ഫണ്ട് വന്നു. നമ്മളിവിടെ ഈ 6 സെക്ടറിലും നമ്മൾ ഈ പണം വിനിയോഗിക്കാൻ തയ്യാറായി. ഇതിനകത്തൊരു ഈ പണം ആദ്യം വന്നപ്പം അല്ലെങ്കിൽ ഈ എഗ്രിമെന്റും കോൺട്രാക്റ്റും ഒക്കെ ചെയ്തപ്പം അന്നത്തെ നമ്മുടെ കിഫ്ബിയുടെ ചെയർമാന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇപ്പോൾ അതിന്റെ വൈസ് ചെയർമാൻ ബാലഗോപാല് ധനമന്ത്രിയാണ്. അന്ന് ധനമന്ത്രി തോമസ് ഐസക്കാണ്. അതിനകത്ത് മെമ്പേഴ്സായിട്ട് ചീഫ് സെക്രട്ടറി വന്നു KM എബ്രാഹാം ഉണ്ടായിരുന്നു. CEO ആൻഡ് മെമ്പർ സെക്രട്ടറി ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ അതിൻ്റെ അകത്ത് മെമ്പറാണ്. സെക്രട്ടറി ഫിനാൻസും മെമ്പറാണ്. അപ്പൊ അത്ര ഉന്നത സ്ഥാനീയരായ വ്യക്തികളെല്ലാം ഈ കിഫ്ബിയുടെ ബോർഡിലെ മെമ്പേഴ്സുമാണ്. അത് നിസ്സാരമായ കാര്യങ്ങളല്ല. വളരെയധികം എക്സ്പീരിയൻസും സർവീസുമുള്ള ഇത്രയും സീനിയറായ കേഡറിലുള്ള ഓഫീസേഴ്സാണ് അതിൻ്റെ മെമ്പേഴ്സ്. ഇതുകൂടാതെ സർക്കാർ ഇതര 7 ഇൻഡിപെൻഡന്റ് മെമ്പർമാരും ഈ കിഫ്ബി ബോർഡിലുണ്ട്. അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യിക്കുന്ന നിയമപരമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. വിദേശ ഡോളർ ഒന്നും ഇവിടെ വന്നിട്ടില്ല. വിദേശത്ത് നിന്ന് നമ്മുടെ ഇന്ത്യൻ കറൻസി തന്നെയാണ് വന്നത്. പക്ഷെ അങ്ങനെ വരുന്നതിന് അംഗീകാരം ഇവിടെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ് ആക്ട് പ്രകാരം അംഗീകാരം സെബിയുടെയും RBIയുടെയും വാങ്ങിച്ച ശേഷമാണ് സർക്കാർ പണം ഇതിന് ബോണ്ടിൽ എഗ്രിമെന്റ് വെച്ചത്. അപ്പൊ അത് നമ്മൾ ആലോചിക്കണം. നിയമപരമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിരിക്കുന്നു. നമുക്ക് കേരളത്തിലെ ഇപ്പം തന്നെ അറിയാമല്ലോ, നമുക്ക് റോഡ് വികസനമൊക്കെ കേരളത്തിലെ പല സ്ഥലങ്ങളും നമ്മൾ നോക്കിക്കുക, എന്ത് വ്യത്യാസം വന്നിരിക്കുന്നു. ആ കാലഘട്ടങ്ങളെല്ലാം പോയി. പണം വരണം, അതിനുള്ള മാർഗം സർക്കാർ ചെയ്തു. അതൊരു കുറ്റമായിട്ട് നമ്മൾ എന്നെപ്പോലുള്ളവർക്ക് കഴിയില്ല. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴേ സർക്കാർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു 6 മേഖലയിൽ നമ്മുടെ വളർച്ച വളരെ ഇന്ത്യയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 6 മേഖലയിലും നമ്മുടെ വളർച്ച വിദ്യാഭ്യാസത്തിൻ്റെയും എനർജിയുടെയും അങ്ങനെയുള്ള എല്ലാ റോഡ് വികസനത്തിൽ എല്ലാ മേഖലയിലും നമുക്ക് നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അത് പണം വന്നു തുടങ്ങി. അത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷെ ചില നൂലാമാലകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നു. ഒരു ED നോട്ടീസ്, EDയുടെ നോട്ടീസ് അതിന് ഒരു ഷോക്കോസ് നോട്ടീസാണ് വന്നിരിക്കുന്നത്. അതിന് മറുപടി എഴുതി കൊടുക്കണം. തോമസ് ഐസക്കിനെ പല പ്രാവശ്യം ED നോട്ടീസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ പോയില്ല. അത് അഡ്ജുഡിക്കേറ്റ് ഇത് വരട്ടെ, അന്നേരം പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് അതിനെപ്പറ്റി ഭയമില്ല, പേടിയില്ല. ഇതെല്ലാം ലീഗലായിട്ട് കൃത്യമായി ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഫിനാൻസ് മന്ത്രിയും KM എബ്രാഹിം എല്ലാവരും വളരെ ലീഗലായിട്ടാണ് ഈ എഗ്രിമെന്റ് വെച്ചത്. മസാല ബോണ്ടിൽ നിന്ന് പണം വന്നുകൊണ്ട് തുടങ്ങി. അതിനി ഈ ഗവൺമെന്റ് മാറിയാലും ശരി, അടുത്ത ഗവൺമെന്റ് വന്നാലും ശരി, ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് വേറെ സോഴ്സ് ഇല്ല. അതുകൊണ്ട് സർക്കാർ വളരെ കൃത്യമായിട്ടും വളരെ അധികം സത്യസന്ധതയോടു കൂടിയും അതുപോലെ തന്നെ ഇതിനകത്ത് വെട്ടിയിലും തട്ടിയിലും കൊണ്ടെന്നൊക്കെ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെന്ന് വരും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഡെവലപ്മെന്റിന് ആ സെബിയുടെ അതുപോലെ തന്നെ RBIയുടെ അംഗീകാരത്തോടു കൂടിയാണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് വന്നത് തന്നെ. അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് കിഫ്ബിയുടെ പ്രയോജനം ഇനിയെങ്കിലും വിമർശനം കുറച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്ത് ആ ഫണ്ട് വരാനുള്ള കാര്യത്തിൽ ഗവൺമെന്റിന് സപ്പോർട്ട് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ഇന്ത്യയിൽ നിന്നും നമുക്ക് പണം കിട്ടില്ല. റിസർവ് ബാങ്കിൽ നിന്ന് നമ്മൾ ശമ്പളവും പെൻഷനൊക്കെ ഒരു കടമെടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഡെവലപ്മെന്റ് നടക്കാൻ ഒരു മാർഗവുമില്ല. സർക്കാരിന്റെ സോഴ്സിൽ നിന്ന് പണമില്ല. ഇവിടെ ടാക്സ് ആയിട്ടും മറ്റു പല രീതിയിലും വരുന്ന പണമെല്ലാം ഇവിടുത്തെ തന്നെ ദൈനംദിന ചെലവിന് മാത്രമേ തികയുന്നുള്ളൂ. വേറെ നമുക്ക് സർക്കാരിന് ഒരു ഇൻകം വരാനുള്ള മേഖലകളില്ല. അത് നമ്മൾ മനസ്സിലാക്കും. ഫോറിൻ ഫണ്ടൊക്കെ ഇഷ്ടം പോലെ നമ്മൾ വിദേശികൾ ആൾക്കാർ വരുന്നത്, അതൊന്നും സർക്കാർ തുടങ്ങാക്കില്ല. ആ പണമൊക്കെ സർക്കാർ വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഗ്യാരണ്ടി കൊടുക്കണം, സെക്യൂരിറ്റി കൊടുക്കണം. ഇവിടെ ഇപ്പം സർക്കാരിന്റെ നിലവാരത്തിലെ സാമ്പത്തികമായ നമുക്ക് മോശം നിലവാരത്തിലെ
ഈ ഒരു മാർഗം വളരെ വൈദഗ്ധ്യപൂർവം വളരെ ബുദ്ധിപൂർവം ചെയ്ത ഒരു 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 കോൺട്രാക്റ്റ് ആണ് ഈ കിഫ്ബി മുഖേന നമുക്ക് ലഭിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് ഒരു ഫൈനാൻഷ്യൽ റിസോഴ്സ് ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ്. അതുകൊണ്ട് സർക്കാരിനെ അതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്തേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് മുഖ്യമന്ത്രിയും അതുപോലെ ധനമന്ത്രിയും ഐസക്കും അന്നത്തെ തോമസ് ഐസക്കും അത് തന്നെ ഇപ്പോഴത്തെ ബാലഗോപാലായാലും ശരി, അവരൊക്കെ സമാധാനം പറയേണ്ടതാണ്. അതിനൊരു തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നോട്ടീസിന് മറുപടി കൊടുക്കുക. ഷോക്കോസ് നോട്ടീസ് ED ആക്ട് അനുസരിച്ച് അത് എനിക്ക് തോന്നുന്നില്ല നിയമപരമായിട്ട് അത് നിൽക്കാനായിട്ട് കഴിയില്ല. കോടതിയിൽ അല്ലെങ്കിൽ EDയുടെ മുമ്പിൽ നമ്മൾ അത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. ഇത് വിദേശ ഫോറിൻ കറൻസികളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇന്ത്യൻ റുപ്പി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇവിടുത്തെ ഡെവലപ്മെന്റ്. ഇന്ത്യൻ റുപ്പിയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ധാരാളം പേര് ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യൻ റുപ്പി അവർ ഇന്ത്യയുമായിട്ടുള്ള എക്സ്ചേഞ്ചിലും മറ്റും. കാരണം റഷ്യയായിട്ട് ഇപ്പം നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. അവിടുന്ന് വരുന്ന ഫ്യൂവല് എണ്ണ വരുന്നതെല്ലാം നമ്മൾ ഡോളറല്ല കൊടുക്കുന്നത്. റഷ്യ അത് അംഗീകരിച്ചു. ഇന്ത്യൻ റുപ്പിക്ക് പതുക്കെ പതുക്കെ വില കൂടി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഇന്ത്യൻ റുപ്പിയാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ റഷ്യയായിട്ട് അങ്ങനെ ഒരു ഇടപാടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കിഫ്ബിക്ക് ഈ മസാല ബോണ്ടിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയുടെ പണം വരുന്നത്? അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തടസ്സമില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഫൈനാൻഷ്യൽ വിദേശ രാജ്യങ്ങളോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഫൈനാൻസ് സംഘടിപ്പിക്കാമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഇന്ന് വരെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും വിദേശത്ത് നിന്ന് അങ്ങനെ ഫണ്ട് നമ്മൾ സമ്പാദിച്ചിട്ടില്ല. പക്ഷെ കേരളം മാത്രം അത് ചെയ്തത് നിയമത്തിന്റെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ടിലെ ആവശ്യമായ മോഡിഫിക്കേഷൻ വരുത്തി സെബിയുടെയും റിസർവ് ബാങ്ക് അംഗീകാരത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ ഫണ്ട് വന്നുകൊണ്ട്. അതുകൊണ്ട് മസാല ബോണ്ടിനെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ അന്നത്തെ തോമസ് ഐസക്കിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാതെ അതൊന്ന് പഠിച്ചിട്ട് ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മെച്ചങ്ങൾ നേട്ടങ്ങൾ എന്താണെന്നും നമുക്ക് പണമില്ലാതെ നമ്മൾ എങ്ങനെയായാലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് പണമില്ലാതെ വന്നാൽ നമ്മൾ ബാങ്കിനെ സംബന്ധിച്ചും വീട് പണയം വെച്ച് നമ്മൾ പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് പണം എടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കും. നമുക്കത് കടം വാങ്ങുന്നത് എന്തായാലും ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും കടം വാങ്ങിച്ച് ബാങ്ക് ലോണിൽ നിന്നൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റ് ഒരു സ്ഥാപനമാണ്, ഒരു വീടാണ്, പൈസയില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ എല്ലാ കാര്യത്തിനും പണം വേണം. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ GST, അതിന്റെ സെസ്, ഇതൊക്കെ 42% ടോട്ടൽ കളക്ഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കിട്ടുന്നതിന്റെ 42% സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാവുന്ന 2014 ഫിനാൻസ് കമ്മീഷൻ 2015, 2016, 2017 ഒക്കെ വന്നെങ്കിലും ഇപ്പൊ അത് നിന്നുപോയി. അപ്പൊ നമുക്ക് ഭരണഘടനയിൽ ഇന്ന് വരെ ഈ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇത്ര കോടി രൂപ സാമ്പത്തിക സഹായം കൊടുക്കാമെന്ന് ഇതുവരെ ഒരു ഭരണഘടനയിലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പം സ്റ്റേറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അത് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും അത് മൊത്തമായിട്ടുള്ളത് 42% തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ കാലാവധി കഴിഞ്ഞു. അങ്ങനെ സാമ്പത്തികമായി എല്ലാ സ്റ്റേറ്റിനും കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റുകളും സാമ്പത്തികമായി വളരെയധികം വിഷമഘട്ടത്തിലാണ്. കേരളം അതിലപ്പുറം വിഷമഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈ കിഫ്ബിയെ പറ്റി പലരും എൻ്റെ അടുത്ത് തന്നെ സംശയം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം തുറന്നു പറയാനായിട്ട് ഞാൻ തയ്യാറായത്.